നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഡോക്ടർ വന്ദനദാസ് വധക്കേസിൽ വിധി ശനിയാഴ്ച. കുറ്റം ചെയ്തത് മനഃപൂർവ്വമല്ലെന്നും പ്രായശ്ചിത്തത്തിന് തയ്യാറാണെന്നും പ്രതി സന്ദീപ്. പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. തെരഞ്ഞെടുപ്പ്. വിവിധ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. പത്രികാ സമർപ്പണം തിങ്കളാഴ്ച സമാപിക്കും. UDF-ലെ ഘടകകക്ഷികളായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടിയെടുക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന് ആക്ഷേപം. JSS രാജൻ ബാബു വിഭാഗത്തിൽ നിന്നും നേതാക്കൾ രാജിവെച്ചു. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയാണ് രാജിവെച്ചത്. ഭാര്യയുടെ ദുരൂഹ മരണം. ഭർത്താവ് കസ്റ്റഡിയിൽ. പൂയപ്പള്ളി സ്വദേശിനി രാധാമണിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തത്. വിശദമായ വാർത്തകളിലേക്ക്. ഡോക്ടർ വന്ദനദാസ് വധക്കേസിൽ വിധി ശനിയാഴ്ച. കുറ്റം ചെയ്തത് മനഃപൂർവ്വമല്ലെന്നും പ്രായശ്ചിത്തത്തിന് തയ്യാറാണെന്നും പ്രതി സന്ദീപ്. പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ഇരുഭാഗത്തിന്റെയും വാദം കേട്ട കോടതി വിധി പറയാൻ കേസ് 21ലേക്ക് മാറ്റുകയായിരുന്നു. ഡോക്ടർ വന്ദനദാസ് വധക്കേസിൽ വിധി ശനിയാഴ്ച. കുറ്റം ചെയ്തത് മനഃപൂർവ്വമായിരുന്നില്ലെന്നും പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാണെന്നും പ്രതി സന്ദീപ് പറഞ്ഞു. പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷനും വാദിച്ചു. എന്നാൽ പ്രതിയുടെ ആക്രമണം കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ആയിരുന്നില്ലെന്നും സമനില തെറ്റിയുള്ള ആക്രമണമായിരുന്നു എന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ശിക്ഷ സംബന്ധിച്ച് ഇരുഭാഗത്തിന്റെയും വാദം കേട്ട കോടതി വിധി പറയാൻ കേസ് 21ലേക്ക് മാറ്റുകയായിരുന്നു. താൻ ചെയ്ത കുറ്റങ്ങൾ മനഃപൂർവ്വമല്ലെന്നും എന്ത് പ്രായശ്ചിത്തം ചെയ്യാനും താൻ തയ്യാറാണെന്നും പ്രതി സന്ദീപ് കോടതിയിൽ പറഞ്ഞു. പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിലായിരുന്നു സന്ദീപിന്റെ ഈ മറുപടി. എന്താണ് ചെയ്തതെന്ന് തനിക്ക് അറിയില്ലെന്നും ശിക്ഷാവിധിയിൽ ഇളവ് നൽകണമെന്നും പ്രായമായ അമ്മയെ കാണാൻ അവസരം നൽകണമെന്നും സന്ദീപ് കോടതിയോട് അപേക്ഷിച്ചു. എന്നാൽ നടന്നത് ക്രൂര കൊലപാതകമെന്നും ഡോക്ടർ വന്ദന പ്രതിയെ സുഖപ്പെടുത്താനുള്ള ചികിത്സ നൽകുമ്പോഴായിരുന്നു 20ലധികം തവണ കുത്തി കൊലപ്പെടുത്തിയത്. പ്രതി ചെയ്തത് അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമായി കണക്കാക്കി പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ശിക്ഷയെക്കുറിച്ച് പ്രതിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് കോടതി ആരാഞ്ഞത്. പ്രതി തനിക്ക് പ്രായമായ അമ്മയുണ്ടെന്നും അമ്മയ്ക്ക് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടെന്നും താൻ മനഃപൂർവ്വമായി ചെയ്ത കൊലപാതകമല്ല ഇതെന്നും മറ്റുള്ള അവകാശവാദങ്ങളാണ് കോടതി നേരിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. തുടർന്ന് പ്രോസിക്യൂഷന്റെയും ഡിഫൻസിന്റെയും വാദങ്ങൾ കോടതി ശിക്ഷയെ സംബന്ധിച്ചുള്ളത് കേട്ടു. പ്രോസിക്യൂഷൻ പ്രധാനമായും ഈ കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് പ്രതിയെ തന്നെ സഹായിക്കാനായി എത്തിയ ആളുകളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയും അതിലൊരാളെ കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു സംഭവമാണ് ഈ കേസിൽ ഉണ്ടായിട്ടുള്ളതെന്ന്. കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ തന്നെ തന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടറെ ഹോസ്പിറ്റലിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു സംഗതി അപൂർവമായ കേസുകളുടെ പരിധിയിൽ പെടുന്നതാണ്. ഈ കേസിൽ മുറിവേൽപ്പിക്കുകയോ അല്ലെങ്കിൽ പരിക്കേൽപ്പിക്കുകയോ ചെയ്തിട്ടുള്ള എല്ലാ ആളുകളും പ്രതിയെ സഹായിക്കുവാനായി ആ സ്ഥലത്ത് എത്തിയവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് അപൂർവമായ കേസുകളെ പരിധിയിൽ ആണെന്നുള്ളത് കൊണ്ട് തന്നെ പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകണം എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ ഉയർത്തിയത്. കുറ്റകരമായ നരഹത്യക്ക് സ്വാഭാവികമായും പരമാവധി ശിക്ഷ. കുറ്റകരമായ നരഹത്യക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ 2 ശിക്ഷകൾ മാത്രമേ, കുറ്റകരമായ നരഹത്യ എന്നുള്ള കുറ്റകൃത്യത്തിന് 2 ശിക്ഷകൾ മാത്രമേ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലുള്ളൂ. അതൊന്ന് ജീവപര്യന്തവും മറ്റൊന്ന് വധശിക്ഷയുമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ ഈ കേസ് ഉയർത്തിയത്. പ്രതിഭാഗം പ്രധാനമായും ഉയർത്തിയ ഒരു ആരോപണം ഡോക്ടർ വന്ദനയുമായി പ്രതിക്ക് മുൻവിരോധം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ എന്നുള്ളതിലേക്ക് പോകാതെ പരമാവധി ഇളവ് പ്രതിക്ക് നൽകണമെന്നുള്ള ഒരു വാദമാണ് ഈ കേസിൽ പ്രതിഭാഗം ഉയർത്തിയത്. ഈ 2 ഭാഗവും കേട്ടതിന് ശേഷമാണ് 27 ശനിയാഴ്ച ഈ കേസിന്റെ വിധി പറയാനായി കോടതി ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഡോക്ടർ വന്ദന നേരിട്ട ആക്രമണങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ വിവരിച്ചപ്പോൾ വന്ദനയുടെ അച്ഛനും അമ്മയും കോടതി മുറിയിൽ പൊട്ടിക്കരഞ്ഞു. സന്ദീപ് ആശുപത്രിയിലെത്തിയത് ഡോക്ടറെ കൊലപ്പെടുത്താനായിരുന്നില്ല, സമനില തെറ്റി സംഭവിച്ചു പോയതാണെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. അയാളുടെ മാനസികാവസ്ഥയാണ് കൊലപാതകത്തിന് ഇടയാക്കിയത്.
താൻ ചെയ്ത കുറ്റത്തെക്കുറിച്ച് അറിയാനാണ് പ്രതി മനോരോഗത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചതെന്നും മാനസിക നില തെറ്റിയ ഒരാളുടെ പെരുമാറ്റമായി കണ്ട് വധശിക്ഷ നൽകരുതെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ഇരുവാദങ്ങളും കേട്ട കൊല്ലം അഡീഷണൽ ജില്ലാ ജഡ്ജി PN വിനോദ് ശിക്ഷാവിധിക്കായി കേസ് 21 മാറ്റുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഭാര്യയുടെ ദുരൂഹ മരണത്തിൽ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ. കൊല്ലം പൂയപ്പള്ളി സ്വദേശിനി രാധാമണിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഭർത്താവ് ബിനുവിനെ കസ്റ്റഡിയിലെടുത്തത്. മാർച്ച് 12-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ദമ്പതികൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട് ചികിത്സയിലിരിക്കെയാണ് രാധാമണി മരിച്ചത്. പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തച്ചോണം തോട്ടിൻകര വീട്ടിൽ രാധാമണിയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. സംഭവത്തിൽ ഭർത്താവ് ബിനുവിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മാർച്ച് 12-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. രാധാമണിയും ബിനുവും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. തുടർന്ന് രാധാമണിക്ക് ഗുരുതരമായ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ചികിത്സയിൽ കഴിയവേ മാർച്ച് 13 രാവിലെ 11:40ഓടെയാണ് രാധാമണി മരിച്ചത്. കോഴിക്കോട് വാർഡംഗം രശ്മിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പൂയപ്പള്ളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നെഞ്ചിനേറ്റ ഗുരുതര പരിക്കിനെ തുടർന്നുണ്ടായ ഹൃദയക്ഷതവും അതിലൂടെയുണ്ടായ ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണമെന്ന് ഡോക്ടർ വ്യക്തമാക്കിയതായി പോലീസ് പറഞ്ഞു. കൈമുഷ്ടിയോ കാലുകൊണ്ടോ അല്ലെങ്കിൽ മൂർച്ചയില്ലാത്ത ഏതെങ്കിലും ആയുധം കൊണ്ടോ ഉണ്ടായ ക്ഷതമായിരിക്കാമെന്നാണ് പ്രാഥമിക നിഗമനം. തുടർന്നാണ് ബിനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ സ്ഥിരം മദ്യപാനിയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കരുനാഗപ്പള്ളി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി CR മഹേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. വരണാധികാരിയായ തഹസിൽദാർ സുജാത ദേവിക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. കരുനാഗപ്പള്ളി മണ്ഡലം UDF സ്ഥാനാർത്ഥി CR മഹേഷാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഉപഭരണാധികാരിയായ തഹസിൽദാർ സുജാത ദേവി മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. 3 സെറ്റ് പത്രികകൾ സമർപ്പിക്കപ്പെട്ടു. ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം കരുനാഗപ്പള്ളി താലൂക്ക് ഓഫീസിൽ നോമിനേഷൻ സമർപ്പിച്ചിരിക്കുകയാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഈ 10 വർഷക്കാലത്തെ ബന്ധം വളരെ ആഴത്തിലുള്ള ആത്മബന്ധമായി മാറിയിരിക്കുകയാണ്. എനിക്ക് നിങ്ങളെ ഓരോരുത്തരെയും നേരിട്ട് അറിയാവുന്ന ഒരു ജനപ്രതിനിധിയാണ്. ഞാൻ കൂടിയെത്തിയിട്ടുണ്ട്. പരിമിതികൾ ഒരുപാടുണ്ട്. ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് നാടിൻ്റെ വികസനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഹൃദയം, എൻ്റെ ജീവിതം തന്നെ ഞാൻ നാട്ടുകാർക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സമർപ്പിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളില്ലാതെ മറ്റൊരു ജീവിതം. തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരുവനായ ഈ എളിയവനെ ഒരു തവണ കൂടി നിയമസഭാ അംഗമായി നിങ്ങൾ തിരഞ്ഞെടുക്കണം. തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാൻ, പുതിയ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനുള്ള ഒരു അനുവാദം തരണം. എന്നെ വിജയിപ്പിക്കണം. വളരെ വിജയത്തോടു കൂടി താഴ്മയായി ദൈവത്തിൻ്റെ UDF ജില്ലാ ചെയർമാൻ KC രാജൻ, UDF നേതാക്കളായ KG രവി, M അൻസാർ, വാജത്ത് ഇസ്മയിൽ, തൊടിയൂർ താഹ, താഷ്കന്റ് കാട്ടുശ്ശേരി, മടത്തിനേത്ത് വിജയൻ, MS ഷൗക്കത്ത്, P രാജു, കുറ്റിയിൽ നാസർ, എല്ലയ്യത്ത് ചന്ദ്രൻ, LK ശ്രീദേവി, ബിന്ദു ജയൻ, ചിറ്റുമല നാസർ, അഡ്വക്കേറ്റ് KA ജവാദ്, BS വിനോദ, നഗരസഭാ ചെയർമാൻ P സോമരാജൻ, ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ, N കൃഷ്ണകുമാർ, ശ്രീകല ബിജു, PD അരുൺരാജ്, നജീബ് മണ്ണേൽ, വരുൺ ആലപ്പാട് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രകടനമായാണ് പത്രികാ സമർപ്പണത്തിനായി CR മഹേഷ് എത്തിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. JSS രാജൻ ബാബു വിഭാഗത്തിൽ നിന്നും നേതാക്കൾ രാജിവെച്ചു. UDFിലെ ഘടകകക്ഷിയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടിയെടുക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് രാജൻ ബാബു വിഭാഗവുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നതെന്ന് രാജിവെച്ചവർ പറഞ്ഞു. 1994 മുതൽ UDFിന്റെ അവിഭാജ്യ ഘടകമായി 5 സീറ്റിൽ മത്സരിക്കുകയും 4 സീറ്റിൽ വിജയിക്കുകയും ചെയ്ത JSSനാണ് നിലവിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ഇല്ലാതായത്. കേരളത്തിൽ JSS രാജൻ ബാബു വിഭാഗത്തിന്റെ ഏറ്റവും ശക്തമായ കമ്മിറ്റിയാണ് കൊല്ലം ജില്ലാ കമ്മിറ്റി. എന്നാൽ നേതൃത്വത്തിന് ഒരു സീറ്റ് പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ JSS രാജൻ ബാബു വിഭാഗവുമായുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കുകയാണെന്ന് ജില്ലാ സെക്രട്ടറി സുധാകരൻ പള്ളത്ത, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കുളക്കട രാജേന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രജീഷ്, ജേക്കബ് ജോർജ, ചാത്തന്നൂർ സെക്രട്ടറി സീമ, കൊട്ടാരക്കര സെക്രട്ടറി തുളസീധരൻ എന്നിവർ അറിയിച്ചു. 1994 മുതൽ UDFിന്റെ അവിഭാജ്യ ഘടകമായി 5 സീറ്റിൽ മത്സരിക്കുകയും 4 സീറ്റിൽ ജയിച്ച് KR ഗൗരിയമ്മ മന്ത്രിയായി
നിന്ന ഈ പ്രസ്ഥാനം ഇത്രയും നാളെ UDF-നോടൊപ്പം സഹകരിച്ചിട്ട് ഈ സന്ദിഗ്ധ ഘട്ടത്തിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് JSSന് ഒരു ജനപ്രതിനിധി ഇല്ല നിയമസഭയിൽ. ഇനിയും ഒരു നിയമസഭയിൽ ഒരു ജനപ്രതിനിധി ഇല്ലാതെ ഈ പാർട്ടിയിലെ പാവപ്പെട്ട അണികൾ നിലനിന്നു പോകാനും അവർക്കുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കാത്തൊരു സാഹചര്യം കൊണ്ട് ഈ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം UDF-ൽ നിന്നൊരു സീറ്റ് വാങ്ങിയെടുക്കാൻ അമ്പയെ പരാജയപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പൊതുപ്രവർത്തനം ജനസേവനത്തിന് വേണ്ടിയാണെന്നും അഴിമതിരഹിതമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് പൊതുസേവകരെന്നും പറയുമ്പോഴും ഒരു MLA ഇല്ലാത്ത രാഷ്ട്രീയ കക്ഷികൾക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഒരു വിലയുമില്ല. കാരണം ഒരു കാർഷിക സമിതിയിൽ പോലും ഒരു പാർട്ടിയുടെ സെക്രട്ടറിക്ക് പോലും അംഗമായിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥ കഴിഞ്ഞ 15 വർഷമായി നിലനിന്നിട്ടും ഈ പാർട്ടിയിൽ ധാരാളം ജനാധിപത്യ സോഷ്യലിസ്റ്റ് വിശ്വാസികൾ നിലനിന്നു പോയി. ഈ ഭരണത്തിന്റെ യാതൊരുവിധമായ ഇടപെടലുകൾക്കോ അല്ലെങ്കിൽ ഒരാളെ ഭരണപരമായി സഹായിക്കാൻ പോലും കഴിയാത്തിട്ടും ഈ കൊല്ലം ജില്ലയിലെ 11 അസംബ്ലി മണ്ഡലങ്ങളിൽ 9 അസംബ്ലി മണ്ഡലങ്ങളിലും വ്യവസ്ഥാപിതമായി തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡല കമ്മിറ്റികളുണ്ട്. രാജൻ ബാബു വിഭാഗവുമായുള്ള ബന്ധങ്ങൾ ഉപേക്ഷിക്കുമ്പോഴും UDF-ന് എതിരാണെന്നോ LDF-നോ BJP-ക്കോ അനുകൂലമാണെന്നോ അല്ലെന്നും ഇവർ പറയുന്നു. സമാന ചിന്താഗതിയുള്ള ഏതൊരു പ്രസ്ഥാനവുമായി സഹകരിക്കുന്നതിന് യാതൊരു മടിയുമില്ലെന്നും ഇവർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലത്ത് UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ആനന്ദവല്ലീശ്വരത്ത് നിന്നും പ്രകടനമായി എത്തിയാണ് കളക്ട്രേറ്റിൽ പത്രിക സമർപ്പിച്ചത്. കൊട്ടാരക്കരയിലെ UDF സ്ഥാനാർത്ഥി ഐഷ പോറ്റിയും പത്രിക സമർപ്പിച്ചു. കൊല്ലം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കൊല്ലം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ പ്രവർത്തകരോടൊപ്പം ആനന്ദവല്ലീശ്വരത്ത് നിന്നും പ്രകടനമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കളക്ട്രേറ്റിലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഡീന എബ്രഹാമിന് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. NK പ്രേമചന്ദ്രൻ MP, മേയർ AK ഹഫീസ്, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി നൌഷാദ് യൂനിസ്, ഡെപ്യൂട്ടി മേയർ ഉദയ സുകുമാരൻ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള വിധിയെഴുത്താകും തെരഞ്ഞെടുപ്പ് ഫലമെന്ന് ബിന്ദുകൃഷ്ണ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ ജനതയുടെ ജീവിതം ദുസ്സഹമാക്കിയ ഒരു ഗവൺമെൻറ്റാണ് ഈ നാട് ഭരിക്കുന്നത്. അഴിമതിയുടെ കൂത്തരങ്ങായി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റി, പിൻവാതിൽ നിയമനങ്ങളുടെ ചെറുപ്പക്കാരുടെ തൊഴിൽ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തി, വിദ്യാഭ്യാസ മേഖലയെ ഇവിടെ നിലവാരം തകർത്ത്, പരീക്ഷകൾ പോലും സമയത്ത് നടത്താതെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ പന്താടുകയാണ് ഈ ഗവൺമെൻറ്. ക്രമസമാധാന നില അമ്പയെ തകർന്നു. ഗുണ്ട രാജായി കേരളം മാറി. മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിലേക്ക് കേരളത്തെ എത്തിച്ചു കൊടുത്തു ഈ സർക്കാർ. മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും അതുപോലെ CPM നേതാക്കന്മാരുടെ അഴിമതി കാരണം ജനത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അയ്യപ്പ സ്വാമിയുടെ വരെ സ്വർണം ഉൾപ്പെടെ മുതലുകൾ മോഷ്ടിച്ചുകൊണ്ട് ഈ വിശ്വാസികളായ ആളുകളുടെ നെഞ്ചിൽ തീകോരിയിട്ടൊരു സർക്കാർ. കൊട്ടാരക്കര മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഐഷ പോറ്റി പ്രവർത്തകരോടൊപ്പം എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കൊട്ടാരക്കര തഹസിൽദാർ സന്തോഷ് NVക്ക് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. കൊടുക്കുന്നിൽ സുരേഷ് MPയും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചവറ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ സുജിത് വിജയൻപിള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. വർണ്ണാധികാരിയായ കരുനാഗപ്പള്ളി തഹസിൽദാർ മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. ചവറയിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ സുജിത് വിജയൻപിള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കരുനാഗപ്പള്ളി LR തഹസിൽദാർ KG മോഹന് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. പ്രവർത്തകർക്കൊപ്പം കന്നേറ്റിയിൽ നിന്നും പ്രകടനമായാണ് പത്രികാ സമർപ്പണത്തിനായി ഡോക്ടർ സുജിത് വിജയൻപിള്ള എത്തിയത്. LDF ചവറ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് ഐഷിഹാബ, സെക്രട്ടറി T മനോഹരൻ, CPIM ഏരിയ സെക്രട്ടറി R രവീന്ദ്രൻ, CPI മണ്ഡലം സെക്രട്ടറി അനിൽ പുത്തേഴം, കേരള കോൺഗ്രസ് M നേതാവ് ചവറാഷ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ഏപ്രിൽ 9 കേരള നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചവറ മണ്ഡലത്തിൽ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കരുനാഗപ്പള്ളി ഭൂരേഖ തഹസിൽദാരുടെ ഓഫീസിൽ നമ്മൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എല്ലാ ബഹുജനങ്ങളും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ എന്നെ ഡോക്ടർ സുജിത് വിജയൻപിള്ള വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുവാനായിട്ടുള്ള പ്രയത്നങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
കഴിഞ്ഞ 5 വർഷം പരമാവധി ജനങ്ങളുടെ വിഷയങ്ങളെല്ലാം കേട്ടുകൊണ്ട് അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് എന്നാലാവുന്ന ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ നാടിൻ്റെ വികസനത്തിനും മറ്റ് പ്രശ്നങ്ങളിലുമെല്ലാം സജീവമായി തന്നെ ഇടപെട്ടുകൊണ്ട് നിലയുറപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. ന്യൂസ് ബ്യൂറോ, ചവറ. കുണ്ടറ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥ് റോഡ് ഷോ നടത്തി. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചാണ് റോഡ് ഷോ നടത്തിയത്. ഇരുചക്ര വാഹനങ്ങളും റാപ്പിൽ സംഗീതം ചെയ്ത തെരഞ്ഞെടുപ്പ് ഗാനവും റോഡ് ഷോയ്ക്ക് ആവേശം പകർന്നു. തുറന്ന ജീപ്പിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്തായിരുന്നു വിഷ്ണുനാഥിന്റെ യാത്ര. ഇളമ്പള്ളൂർ വേലുത്തമ്പിതളവ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി. അണിനിരക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പ്ലീസ്, മുഴുവൻ വാഹനങ്ങളും. KPCC ജനറൽ സെക്രട്ടറി ഷാനവാസ് ഖാൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം, കൺവീനർ G വേണുഗോപാൽ, ഫൈസൽ കുളപ്പാടം, KRV സഹജൻ, രഘു പാണ്ഡവപുരം, K ബാബുരാജൻ, നാസിമുദ്ദീൻ ലബ, രാജു ഡി പണിക്കർ, AL നിസാമുദ്ദീൻ, ഷെരീഫ് ചന്ദനത്തോപ്പ്, സിന്ധു ഗോപൻ, വിനോദ് കുമാർ, ബീന നാസിമുദ്ദീൻ, അജിത് കുമാർ, പെരുമ്പുഴ ഗോപൻ, സാജൻ കുണ്ടറ, കുളത്തൂർ രവി, സാജു വർഗീസ്, TC അനിൽ, വിനോദ് ജി പിള്ള, വിനോദ് കോണിൽ, അരുൺ അലക്സ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇളമ്പള്ളൂർ ക്ഷേത്ര മൈതാനത്തു നിന്നും ആരംഭിച്ച റോഡ് ഷോ കരിക്കോട് വഴി പേരൂർ, ഡീസന്റ് മുക്ക്, കണ്ണനല്ലൂർ, ആശുപത്രി മുക്ക് വഴി മുക്കടയിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. LDFന്റെ നേതൃത്വത്തിൽ കായംകുളത്ത് റാലിയും യോഗവും സംഘടിപ്പിച്ചു. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ കാട്ടുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ചും അമേരിക്കയും ഇസ്രയേലും ഇറാനുമേൽ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുമാണ് റാലിയും യോഗവും നടത്തിയത്. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ കാട്ടുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ചും US-ഉം ഇസ്രയേലും ഇറാനുമേൽ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്ന മുദ്രാവാക്യമുയർത്തിയുമാണ് LDFന്റെ നേതൃത്വത്തിൽ കായംകുളത്ത് റാലിയും യോഗവും സംഘടിപ്പിച്ചത്. മുനിസിപ്പൽ ജംഗ്ഷനിൽ നടന്ന യോഗം LDF സ്ഥാനാർത്ഥി U പ്രതിഭ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് എല്ലായിടങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഈ റാലിയിലൂടെ നമ്മളെല്ലാം ആവശ്യപ്പെടുന്നത് ലോകത്തെങ്ങും സമാധാനം പുലരട്ടെ എന്ന് നമുക്കെല്ലാം ഉറക്കെ മുദ്രാവാക്യത്തിലൂടെ ആവശ്യപ്പെടാം. അതിനു വേണ്ടിയിട്ട് സാധ്യമായ ഇടപെടലുകളെല്ലാം നമ്മളെ കൊണ്ട് കഴിയുന്ന ഇടപെടലുകൾ നമുക്ക് എല്ലാവർക്കും നടത്താം. ലോകത്ത് സമാധാനം പുലരട്ടെ എന്ന് ആഗ്രഹിക്കാം. ജനങ്ങളുടെ ജീവിതം വളരെ കഷ്ടപ്പെട്ടാണ് ജനങ്ങൾ പലപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയൊക്കെ അതിനെയൊക്കെ മാറ്റിക്കൊണ്ടാണ് ഈ കേരളത്തിലെ ഗവൺമെൻറ് ജനങ്ങളോടൊപ്പം നിൽക്കുന്നത്. പക്ഷേ ഇത്തരം പ്രശ്നങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഇടപെട്ടില്ലെങ്കിൽ സാധാരണ ഒരു സർക്കാരിന് മാത്രമായിട്ടൊന്നും പരിഹരിക്കാൻ കഴിയുകയില്ല. ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് അടിയന്തരമായിട്ട് A ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. KH ബാബുജാൻ, P ഗാനകുമാർ, കോശി അലക്സ്, ഷെയ്ഖ് പി ഹാരിസ്, B അബിൻ ഷാ, KG സന്തോഷ്, A അജികുമാർ, R ഗിരിജ, AS സുനിൽ, ലിയാഖത്ത് പറമ്പി, ജോസഫ് ജോൺ, സജീവ് പുല്ലുകുളകര, പ്രൊഫസർ ഗോവിന്ദകുട്ടി കാർണവർ, സക്കീർ മല്ലഞ്ചേരി, സുബിൻ തോപ്പിൽ, ഇഞ്ചിക്കൽ ഷൈജു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കരുനാഗപ്പള്ളി കടത്തൂരിൽ റൂട്ട് മാർച്ച് നടത്തി. പോലീസും സായുധ സേനയും സംയുക്തമായാണ് റൂട്ട് മാർച്ച് നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കരുനാഗപ്പള്ളി കടത്തൂർ ഭാഗത്ത് റൂട്ട് മാർച്ച് നടത്തി. പോലീസും സായുധ സേനയും സംയുക്തമായാണ് റൂട്ട് മാർച്ച് നടത്തിയത്. നഴ്സറി മുക്കിൽ നിന്നും ആരംഭിച്ച മാർച്ച് മണ്ണാശ്ശേരി ജംഗ്ഷനിൽ സമാപിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ ഹേമലത, അഡീഷണൽ SP, ഡിവിഷൻ പരിധിയിലെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു റൂട്ട് മാർച്ച്. ഇലക്ഷനോടനുബന്ധിച്ച് സംഘർഷബാധിത പ്രദേശങ്ങൾ ബഹുമാനപ്പെട്ട കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ നടത്തിയ റൂട്ട് മാർച്ചാണ് സുഗമമായ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടി ഭയം കൂടാതെ ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി സാമൂഹിക വിരുദ്ധർക്ക് ഒരു ഭയപ്പാടുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു റൂട്ട് മാർച്ചാണ്. പോലീസ് സായുധ സേനകളിൽ നിന്നായി 100-ലധികം അംഗങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU കൊല്ലം ജില്ലാ സമ്മേളനം നടത്തി. കൊല്ലം പബ്ലിക് ലൈബ്രറി ഹാളിലാണ് സമ്മേളനം നടത്തിയത്. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P സജി ഉദ്ഘാടനം ചെയ്തു. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU കൊല്ലം ജില്ലാ സമ്മേളനം കൊല്ലം പബ്ലിക് ലൈബ്രറി ഹാളിൽ നടത്തി.
CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. സജി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുതലാളിമാർക്ക് തീരെഴുതി നൽകുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വേണ്ട എന്ന നിലപാടാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ ആർജിച്ച എല്ലാ വികസനവും കോടിക്കണക്കിന് സ്വത്തുക്കളും മുതലാളിമാരുടെ കയ്യിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ ഭരണം 6 മുതലാളിമാർ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് മാറിയെന്നും P. സജി കുറ്റപ്പെടുത്തി. തൊഴിലാളികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ തൊഴിലാളികൾ വഴിതെറ്റി പോകും എന്നത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മൾ പണിയെടുക്കുന്ന മേഖല വിൽക്കുകയാണ്, അത് കമ്പനികൾ വിൽക്കും. ഇലക്ട്രിസിറ്റി മേഖല വിൽക്കുന്നു, അത് ഏതെങ്കിലും അദാനി കമ്പനി വാങ്ങിക്കുന്നു. റെയിൽവേ വിൽക്കുന്നു, അത് അദാനി കമ്പനി വാങ്ങിക്കുന്നു. തുറമുഖങ്ങൾ വിൽക്കുന്നു, അദാനി കമ്പനി വാങ്ങിക്കുന്നു. BSNL എല്ലാം തരിപ്പണമാക്കുന്നു, വാട്ടർ അതോറിറ്റി എല്ലാം കൂട്ടാൻ പോകുന്നു, KSL കൂട്ടാൻ പോകുന്നു. ഇത് എന്തെല്ലാം പറഞ്ഞാലും നമ്മുടെ കുറേയധികം തൊഴിലാളികൾക്ക് ഇത് ബോധ്യപ്പെടുന്നോ ജനറൽ സെക്രട്ടറി എന്ന് ചോദിച്ചാൽ ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ബോധ്യപ്പെട്ടാൽ ഞാൻ ജനറൽ സെക്രട്ടറിയോട് ചോദിച്ചു, നമ്മുടെ ഈ പൊതുമേഖലാ സ്ഥാപനത്തിൽ BMS ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ജനറൽ സെക്രട്ടറി പറഞ്ഞു BMSന് റബ്ബറത്തിൽ ആയില്ല, പുതിയ രജിസ്ട്രേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര തൊഴിലാളികൾ കാണും. അപ്പം നമുക്ക് 46-50 താഴെ ഉണ്ട്. മേജർ യൂണിയൻ നമ്മളാണ്, പിന്നെ കുറച്ച് INTC ഉണ്ട്. BMS ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അവർ കുറച്ച് പേര് കടന്നു വരുന്നുണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഒരു തൊഴിലാളി നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി എങ്ങനെ BMS ചേരാൻ പറ്റും? ജില്ലാ പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിജു SL സ്വാഗതം പറഞ്ഞു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാഹിദ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. NGO യൂണിയൻ ജില്ലാ ട്രഷറർ രതീഷ് PA അബ്രഹാം, ബിനീഷ്, സുരേഷ് കുമാർ, രാജു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ വിധി ശനിയാഴ്ച. കുറ്റം ചെയ്തത് മനഃപൂർവ്വമല്ലെന്നും പ്രായശ്ചിത്തത്തിന് തയ്യാറാണെന്നും പ്രതി സന്ദീപ്. പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. തെരഞ്ഞെടുപ്പ്. വിവിധ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. പത്രികാ സമർപ്പണം തിങ്കളാഴ്ച സമാപിക്കും. UDFിലെ ഘടകകക്ഷികളായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടിയെടുക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന് ആക്ഷേപം. JSS രാജൻ ബാബു വിഭാഗത്തിൽ നിന്നും നേതാക്കൾ രാജിവെച്ചു. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയാണ് രാജിവെച്ചത്. ഭാര്യയുടെ ദുരൂഹമരണം. ഭർത്താവ് കസ്റ്റഡിയിൽ. പൂയപ്പള്ളി സ്വദേശിനി രാധാമണിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.